പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗോൾഡൻ ടേസ്റ്റി. എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ചൂരമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ചൂരമീൻ നിന്ന് കറി വെക്കുക. തേങ്ങാപ്പാലും മാങ്ങായും ചേർത്ത് ഇന്ന് ഞാൻ ഈ ചൂരമീൻ കുറച്ച് കറി വയ്ക്കുക. നിങ്ങൾക്ക് അറിയാമായിരിക്കും, പക്ഷേ അതിനായിട്ട് ഞാൻ ഈ മീൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു. ഞാനിതിനെ ബാക്കി ഞാൻ നിങ്ങളെ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇനി അപ്പോൾ ഞാൻ വേണ്ടതായ എല്ലാ സാധനങ്ങളും ഞാനെടുത്ത് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനത് ഇപ്പോൾ തന്നെ ഞാനത് കാണിച്ചു തരാം. ഓക്കെ. ഇതിനാവശ്യമായ തേങ്ങ, ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്തു. അതിനകത്തോട്ട് ഒരു സ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ചേർത്തു. പിന്നെ അര സ്പൂണ് മല്ലിപ്പൊടി ചേർത്തു. അതിനകത്ത് പിന്നെ ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് ചേർക്കണം. അതിൽ അര സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് അരച്ച് വെച്ചു. എന്നിട്ട് ഇപ്പോൾ ഞാൻ രണ്ട് ചെറിയ മാങ്ങയാണ്, രണ്ടെണ്ണം എടുത്തു. ഇപ്പോൾ ആ മാങ്ങ അരിഞ്ഞ് കഴുകിയെടുത്ത് വെച്ച് അതിനകത്ത് 2-3 ചെറിയ ഉള്ളിയാണെങ്കിൽ അത് വലിയതാണ്, അതുകൊണ്ടാണ് അത്ര എടുത്ത്. അങ്ങനെ ആ ഉള്ളി അരിഞ്ഞതിനകത്ത് ഞാനങ്ങ് അരിഞ്ഞ് ചേർക്കുക. ഒരു 4 വെളുത്തുള്ളി അല്ലിയെടുത്തു. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചേർത്തു. പിന്നെ അത്ര ഉള്ളിയും ഇഞ്ചിയും അതിനകത്തോട്ട് ഞാൻ അരിഞ്ഞ് ചേർത്തു. എന്നിട്ട് അരച്ച തേങ്ങയും അരപ്പൊക്കെ കൂടെ അതിനകത്ത് നന്നായിട്ട് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതുപോലെ അത് ചേർത്ത് അടുപ്പത്ത് വയ്ക്കാൻ വേണ്ടി മീൻ കഷ്ണം ഇപ്പോൾ ഞാൻ ഇടുന്നില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാരണം പുളിക്കകത്തോട്ട് മീൻ കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മീൻ കഷ്ണത്തിന് പുളി പിടിക്കും, പുളിവെള്ളത്തിനകത്തോട്ട്. അപ്പോൾ അത് ആ മാങ്ങ വെന്തെങ്കിലല്ലേ ആ ചാറിന് പുളി ഉണ്ടാവുള്ളത് കൊണ്ടാണ്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് തവി കൊണ്ട് മിക്സ് ചെയ്യണം. അങ്ങനെ ചെയ്തിട്ട് ആവശ്യമായ ഉപ്പ് ചേർത്തു. ഒരു കറിവേപ്പ് കരിയാപ്പിലയും ചേർത്ത് അടുപ്പത്ത് വെച്ച് ഇനി അതവിടെ ഇരുന്ന് തിളക്കിയിട്ട് നല്ലതുപോലെ മൂടാനായിട്ട് നല്ലൊരു മൂടയെടുത്ത് അതും അടച്ച് തീ കത്തിച്ച് നല്ലതുപോലെ തിളച്ച് മാങ്ങ ഒരുമാതിരി വേകണം. അത് ഒരുമാതിരി നന്നായിട്ട് വെന്തു. ഈ മീൻ കഷ്ണമെല്ലാം ഞാൻ പെറുക്കി ചാറിനകത്തോട്ട് വെള്ളിന്ന് ഞാൻ അങ്ങോട്ട് ഒഴിക്കുന്നുണ്ട്. അതിനകത്ത് മീനും മാങ്ങയുടെ കൂടെ കിടന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി ഈ മീൻ കഷ്ണം വേകാൻ വേണ്ടിയിട്ട് മൂടി തീ കത്തിക്കും. ഒരു ലേശം ഉലുവാപ്പൊടി ചേർത്ത് ഈ ഒരു അര ഗ്ലാസ് ഇത് കൂട്ട് തേങ്ങാപ്പാൽ വാങ്ങാനാവുമ്പോൾ ഒന്ന് ഒഴിച്ചാൽ അതൊരു നല്ല ടേസ്റ്റ്. ഇത് ഉലുവാപ്പൊടിയാണ്. ഇത് ചേർത്ത് ഞാൻ അങ്ങോട്ട് ചേർത്തു. ഞാനിത് കൊണ്ട് പതുക്കെ പയ്യെ തിളവന്ന് ഞാനിത് കൊണ്ടൊന്ന് വാങ്ങി വെക്കുക കേട്ടോ. തിളച്ചു.
വാങ്ങി. ഇനി ഇതിനൊരു ചെറിയ താളിക്കലുണ്ട്. അതിനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിന് ആവശ്യത്തിന് എണ്ണയും ഒഴിച്ചു. ലേശം കടുക് ഇട്ടു. ഉള്ളിയും കരിവേപ്പിലയും ഉള്ളി നല്ലതുപോലെ മൂത്തു. ഉള്ളി കാണിച്ചത് അതിനകത്തോട്ട് ഒഴിക്കാൻ പോവാം. മാങ്ങയിട്ട് തേങ്ങാപ്പാൽ ചേർത്ത കാണുന്നില്ല. സോറി. ഇതിനകത്ത് ചേർത്തു. മാങ്ങയിട്ട് തേങ്ങാപ്പാൽ ചേർത്ത മീൻ കറി, അത് ചൂര മീൻ കറി.